നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ രണ്ട് കോമഡി പീസുകളായി മാറുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ ശോഭാ സുരേന്ദ്രനും എന്ന് പറയാതെ വയ്യ. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ എങ്ങനെയാണ് ഇവർ കോമഡി പീസുകളായി മാറുന്നത് എന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. കേരളം ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ കേരളം വികസിത കേരളമാക്കും എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തുകൾ ഞങ്ങളെ ഏൽപ്പിക്കും, കോർപ്പറേഷനുകൾ ഞങ്ങളെ ഏൽപ്പിക്കും, മുനിസിപ്പാലിറ്റി ഞങ്ങളെ ഏൽപ്പിക്കും, എല്ലാം ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾ ഇപ്പോൾ തന്നെ വികസിത കേരളം അങ്ങ് മല മറയ്ക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കിട്ടുന്ന വേദികളിലൊക്കെ മുക്കിയും മൂളിയുമാണെങ്കിൽ മലയാളമൊക്കെ എണ്ണി പറഞ്ഞ് ജപജപ അടിക്കുന്നത്. ശോഭാ സുരേന്ദ്രനും ഈ തള്ളി മറയ്ക്കുന്നതിൽ മുൻപന്തിയിലാണെന്ന് എല്ലാവരും പറയാൻ പറ്റില്ല. അതിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ ആദ്യം കടന്നു പോകാം. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളമാക്കും എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ അയാളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് കേരളം പോലെ ഇത്രയധികം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഇത്രയധികം വികസിച്ച ചരിത്രങ്ങൾ തിരുത്തി കുറിച്ച ഒരു സംസ്ഥാനമുള്ളതെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ പെട്ടെന്ന് തന്നെ കർണാടകയ്ക്ക് വണ്ടി പിടിക്കും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ബി.ജെ.പി ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് കേരളം പോലെയുള്ളത്? ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനത്തിലുള്ള ബി.ജെ.പി നേതാക്കൾ പോലും കേരളത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു നമ്മുടെ സംസ്ഥാനം കേരളം പോലെയാക്കുമെന്ന് പറയുമ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു കേരളം ഞാൻ വികസിത കേരളമാക്കും, ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനം പോലെ ആക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് ഇവിടെ വേണ്ട എന്നാണ് മലയാളികൾ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളം എല്ലാ മേഖലയിലും ഒന്നാമതാണ്. വ്യവസായ മേഖലയിൽ ഒന്നാമത്, വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമത്, ആരോഗ്യ മേഖലയിൽ ഒന്നാമത്. അങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും ഏത് രംഗം എടുത്തു നോക്കിയാലും നമ്മുടെ രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനവുമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ രീതിയിലും നമ്മുടെ കേരളം മോഡലായും ചരിത്രമായും അഭിമാനമായും ഒക്കെ മാറുന്ന സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ബഡാ കോമഡി അങ്ങ് തട്ടിവിടുന്നത്. തെലുങ്കിന്റെ കോമഡി കേട്ട് മലയാളികളൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? ബുൾഡോസറുമായി നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുകയല്ലേ? കന്യാസ്ത്രീകളെയും വൈദികരെയും നിങ്ങൾ അതിക്രൂരമായി ആക്രമിക്കുകയല്ലേ? ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുമ്പോഴും നിങ്ങൾ കമായി എന്ന് പറയുന്ന ഒരു അക്ഷരം നിങ്ങൾ മിണ്ടുന്നുണ്ടോ? ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു വികസനം നടക്കുന്നുണ്ടോ? ഒരു പള്ളിക്കൂടമുണ്ടോ? ഒരു സർക്കാർ ആശുപത്രി ഉണ്ടോ? നമ്മൾ ഇവർ ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും ഗുജറാത്ത് മോഡൽ, യു.പി മോഡൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെയൊക്കെ നമ്മൾ എന്താണ് കാണുന്നത്? ഇവരുടെ മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂക്കിൽ ഇങ്ങനെ വിരൽ വെച്ച് പോകും. കാരണം ഒരു സംസ്ഥാനം എങ്ങനെയാകരുതെന്ന് ചോദിച്ചാൽ ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയും ഇങ്ങനെയാകരുതെന്നാണ്. അപ്പോ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു FB പോസ്റ്റ് ഇടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ വേണം ഇനി നമ്മുടെ പ്രകടന പത്രിക, ഞങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം, വികസിത കേരളത്തിന് വേണ്ടി എന്തൊക്കെ സംഭാവനകളാണ് നടത്തേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നമ്മുടെ മലയാളികൾ കമന്റ് ഏറി കയറ്റി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഏറിക്കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് നിങ്ങൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പോസ്റ്റ്. അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ നമുക്ക് നോക്കാം. ഒരു അമൽ ബാബു എഴുതുന്നു, വികസിത യു.പിയും വികസിത ബീഹാറും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വികസിത കേരളത്തിനായി അവർ എത്തുന്നു എന്ന് പരിഹാസ ചുവയോടെ ഒരു ട്രോളൻ കമന്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു രാജ് പണിക്കർ എന്ന് പറയുന്ന ഒരാൾ ഇടുന്നു, ഇത്രയും വികസനം മതി, വർഗീയത ചേർത്ത വികസനം ഞങ്ങൾക്ക് വേണ്ട, അതിലും വലുതാണ് സമാധാനം എന്നൊരു വിവരമുള്ള ഒരു രാജ് എന്ന് പറയുന്ന ഒരാൾ ഇടുന്നു. ഒരു രാഗിണി അതിനടിയിൽ എഴുതുന്നു, നിലവിൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമാണ് കേരളം, ഇവിടെ മറ്റുള്ളവർ എന്ത് കഴിക്കുന്നു എന്ന് ആരും ചോദിക്കില്ല, വല്ലതും കഴിച്ചു എന്നാണ് ചോദിക്കുക, ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ല, എല്ലാ മതസ്ഥർക്കും ഒരേപോലെ ജീവിക്കാം, ഒരു മനുഷ്യനെ സഹായിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചിറങ്ങും, ദുരന്തങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിട്ടു, ആവശ്യത്തിനുള്ള വികസനം ഇവിടെയുണ്ട്, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ ജീവിതം കേരളത്തിലെ ഗ്രാഫിക് സിഗ്നലിൽ നിത്യവും കാണാറുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ വികസിപ്പിക്കേണ്ട, ഇവിടെ നോർത്ത് ഇന്ത്യൻ വികസനം ഞങ്ങൾക്ക് വേണ്ട, സമാധാനം കളയാൻ വരുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു ജോസഫ് പറയുന്നു, ആദ്യം ആ ബി.ജെ.പിക്കാരെ ഒന്നിച്ചു നിർത്തൂ, അത് കഴിഞ്ഞ് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഒരു ശ്രീദേവി പറയുന്നു, ഓർഡറോ കേരളത്തിൽ നിന്ന് എന്ന് പറയുന്നു. ഒരു ഹമീദ് പറയുന്നു, യു.പി മോഡൽ വികസനമാണ് ഞമ്മക്ക് വേണ്ടായേ എന്ന് പറയുന്നു. ഒരു ജോബി പറയുന്നു, നമുക്ക് വേണം വർഗീയ മുക്ത കേരളം എന്ന് അദ്ദേഹത്തോട് പറയുന്നു. ഒരു നിസാർ പറയുന്നു, ഭാരതം വികസിപ്പിച്ച് ഒരു പരുവമാക്കി, ഇനി കേരളം കൂടി വികസിപ്പിച്ച് ജാതിവെറിയും വിവേചനവും തമ്മിലടിയും കൊണ്ട് വന്ന് പൊട്ടിത്തെറി ഉണ്ടാക്കാനാണോ ജി എന്ന് ചോദിക്കുന്നു. ഒരു മനീഷ് പറയുന്നു, കേരളം ഒരു കൾച്ചർ ഇല്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, കക്കൂസ് ഇല്ലാത്ത, വിവരമില്ലായ്മയുടെ വർഗീയതയുടെ മാത്രം
BJP മോഡൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ ആയി കാണാൻ ഒരു മലയാളിയും ഉദ്ദേശിക്കുന്നില്ല. BJP ഭരിച്ച ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു ചെറുതരി പുരോഗതി എങ്കിലും കേരള മോഡൽ പോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പോകുന്നു കേട്ടോ, നിരവധി പല കാര്യങ്ങൾ. നന്നായി മലയാളം പറയാൻ അറിയാമോ ചാരെ എന്ന് ഒരാൾ ചോദിക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മലയാളം പഠിച്ചിട്ട് പോകണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരനോട് പലരും പറയുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ഇയാളോട് പറയുന്നില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഈ ബിസിനസ്സുകാരനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആരോപണങ്ങൾക്ക് പോലും വ്യക്തമായി മറുപടി പറയാൻ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന് കേരളത്തെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല മലയാളീസ്. എന്തായാലും മലയാളീസ് നല്ല രീതിയിൽ തന്നെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ എന്താണ് കേരളം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ ഈ വികസിത കേരളം എന്നൊക്കെ പറയുമ്പോൾ എവിടേക്കാണ് വികസിക്കാനുള്ളത് കേരളം എന്നൊന്ന് പറയേണ്ടതുണ്ട്. ഇതുമായിട്ട് അതൊന്നും മൂപ്പർക്ക് പറയാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് ശോഭയിലേക്ക് പോകാം. ശോഭ ഇപ്പൊ തൃശ്ശൂരിൽ കിടന്ന് കറങ്ങുകയാണ്. എന്തിനാണ് ശോഭ തൃശ്ശൂരിൽ കിടന്ന് കറങ്ങുന്നത്? നമുക്കറിയാം, അധികാര കസേരയ്ക്ക് വേണ്ടി BJP-യിൽ കിടന്ന് പിടിവലി കൂടുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് BJP-യുടെ ഒരു തലവേദനയാണ് ശോഭ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അവരിൽ പല ആളുകളും ഒക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മോങ്ങിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന BJP ആദ്യം ഇതൊക്കെ പറയും. പക്ഷേ പിന്നീട് വേദിയിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം പറയും BJP എന്നെ വ്യക്തമാണ്, BJP-കാരി എന്ന നിലയിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സീറ്റിന് വേണ്ടി തൃശ്ശൂരിൽ ഇവർ A ക്ലാസ് മണ്ഡലം എന്ന് അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ വേണ്ടി BJP-കാരെ സോപ്പിടാൻ വേണ്ടിയൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ ശോഭ ഇറങ്ങി തിരിച്ച് നടക്കുകയാണ്. അപ്പൊ ശോഭ ഇറങ്ങി തിരിച്ച് നടക്കുമ്പോൾ ആളുകൾ ചോദിക്കും, അല്ല ശോഭാജി, സത്യത്തിൽ ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടു, ഒരു വികസനവും നടക്കുന്നില്ല, എന്തൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, എയിംസ് വരുമെന്ന് പറഞ്ഞു, അതുപോലെയൊക്കെ ഇവിടെ നരേന്ദ്രമോദി വന്ന് തള്ളി, അമിത്ഷാ വന്ന് തള്ളി, തള്ളലല്ലാതെ ഇങ്ങോട്ടേക്കൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി രസകരമാണ് കേട്ടോ. ന്യായീകരിച്ചു മെഴുകാൻ നമ്മുടെ കൺകറന്റ് ലിസ്റ്റിനെ കഴിയുള്ളൂ. എന്തായാലും അതൊന്ന് കാണാം. പദ്ധതികൾക്ക് കോടികൾ വാങ്ങിക്കൊണ്ടുവന്ന് ആ കോടികൾ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറയാൻ മാത്രമേ കേന്ദ്രമന്ത്രിക്ക് സാധിക്കൂ. കേന്ദ്രമന്ത്രി പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ MLA-മാർ വേണം. വേണ്ടേ? കേരളത്തിൽ MLA-മാരുണ്ടോ? കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് MLA-മാരില്ലാതായി പോയത് കഴിവുള്ളവർ മത്സരിക്കാത്തത് കൊണ്ടല്ല. കഴിവുള്ളവർ മത്സരിക്കുകയും കഴിവുള്ളവർ രണ്ടാം സ്ഥാനത്ത് നിർത്തുകയും ചെയ്തു. ഇവിടുത്തെ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാലക്കാട് തോൽപ്പിച്ചു, കഴക്കൂട്ടത്ത് തോൽപ്പിച്ചു, മഞ്ചേശ്വരത്ത് തോൽപ്പിച്ചു, നേമത്ത് തോൽപ്പിച്ചു, വട്ടിയൂർക്കാവിൽ തോൽപ്പിച്ചു, മലമ്പുഴയിൽ തോൽപ്പിച്ചു. 7 പേരെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്നു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളെ രണ്ടാം സ്ഥാനത്താക്കി. കേട്ടല്ലോ, എന്താണ് ശോഭ ചേച്ചി ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു കുന്ത്രാണ്ട് കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്തായാലും ശോഭ മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സുരേഷ് ഗോപി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടുവരാൻ കഴിയാത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? MLA ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അപ്പൊ എന്ത് വേണം? MLA വേണം. അപ്പോ MLA-നെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ ജയിപ്പിച്ച് അവിടെ വിടണം. അതിനുള്ള തന്ത്രപ്പാടാണ് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത്. ഞങ്ങളൊക്കെ തോറ്റതേ കഴിവില്ലാത്തതുകൊണ്ടല്ല എന്നാണ് പറയുന്നത്. അന്ന് തോൽക്കാനിടയായ സാഹചര്യം ഉണ്ടായത് നിലവിൽ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന രീതിയിലുള്ള പല സംസാരങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു. പൊതുവെ ഈ പറയുന്നത് പോലെ BJP സ്ഥാനാർത്ഥികളൊക്കെ നേരിടുന്ന സ്ഥിരം ആ ഒരു വിമർശനമാണ് കഴിവില്ലായ്മ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ തോക്കാനിടയായ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഞങ്ങളൊക്കെ ജയിപ്പിച്ച് വിടണം, ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ മല മറയ്ക്കും, അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഒരു പണിയെടുക്കാൻ കഴിയാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി പുതിയ കുറെ ഗിമ്മിക്ക് നമ്പറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. BJP-ക്ക് ഇവിടെ ഒരു MP ഉണ്ടായപ്പോഴല്ലേ നമുക്കൊരു കാര്യം മനസ്സിലായത്. BJP-ക്ക് കേരളത്തിൽ ഒരു MP ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു MLA ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന്. നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്യുമോ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് ഇവർ MLA-യും MP-യും ഒക്കെ ആയപ്പോഴാണ് മനസ്സിലായത്. രാജഗോപാൽ MLA ആയിട്ട് നിയമസഭയിൽ ഉണ്ടായിരുന്നു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അടിച്ചു പുറത്താക്കി, എല്ലാവരും കണ്ടതാണ്. അങ്ങനെ അവരുടെ സീറ്റ് അവിടെ തകർന്നടിഞ്ഞു. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു BJP-കാരനെ അവിടെ കാണാൻ സാധിച്ചില്ല. ഇപ്പൊ ഇവിടുന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്. ഒരു കഴിവുമില്ല. കഴിവില്ല എന്ന് മാത്രമല്ല, നിരന്തരം വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള പല മോശമായിട്ടുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടൊക്കെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെ തികഞ്ഞ പരാജയമായ ഒരു വ്യക്തി. അദ്ദേഹം MP ആയ ശേഷം ഒരു കാര്യവും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ MLA ഉണ്ടായിട്ടുണ്ടെങ്കിലും MP ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒക്കെ കണക്കാണ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. മാത്രമല്ല ഇവർ ഭരിക്കുന്ന പല ഇടങ്ങളിലുമൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും എത്രയൊക്കെ ഇരുന്ന് തള്ളിയാലും ഏതൊക്കെ രീതിയിൽ ഗിമ്മിക്ക് നമ്പർ ഇറക്കിയാലും ഒക്കെ
മലയാളികൾ അതിൽ വീഴുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ്. അതിന് വെച്ച വെള്ളം അവിടെ ശാഖയിൽ മാറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.